വെറും 2-3 ക്യാരറ്റ് ഉപയോഗിച്ചുകൊണ്ട് ദാ ഇതേപോലെ ഒരു പ്ലേറ്റ് നിറയെ നല്ല തേനൂറും സ്വീറ്റ് ആയിട്ടുള്ള ലഡു നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. വലിയ മെനക്കേടൊന്നുമില്ലാതെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന റെസിപ്പി കൂടിയാണ്. അപ്പൊ അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 ക്യാരറ്റ് എടുത്ത് തൊലി കളഞ്ഞ് ദാ ഇതേപോലെ തീരെ കനം കുറച്ചിട്ട് നമ്മളൊന്നിങ്ങോട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ മുന്തിരിയും കൂടി നെയ്യിൽ ഒന്നിങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 2 കപ്പ് ക്യാരറ്റ് ആട്ടോ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം വന്നിരിക്കുന്നത്. നല്ലോണം ഒന്നും കൂടി ചൂട് കയറി പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ആക്കി ശരിക്കും ആ പാലിൽ കിടന്നുകൊണ്ട് നമ്മുടെ ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ പാലൊക്കെ നല്ലോണം വറ്റി വന്നതിന് ശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് പഞ്ചസാരയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. അതൊക്കെ നല്ലോണം ഒന്നുകൂടെ വറ്റി വന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൂടെ തന്നെ ഫ്രൈ ആക്കി വെച്ച കാഷ്നട്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂടൊക്കെ നാറി തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ലഡുവിന്റെ ഷേപ്പാക്കി ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. മീഡിയം വലിപ്പത്തിലുള്ള ഒരു 10 ലഡു കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്ര സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന അടിപൊളി റെസിപ്പി അല്ലേ. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഹാപ്പി ആയിട്ട് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ.